നിലമ്പൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ CPM പ്രവർത്തകർ രംഗത്ത്. വ്യവസായിയായ PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഇടതുമുന്നണി പ്രവർത്തകർ മണ്ഡലത്തിൽ രണ്ടിടത്ത് പ്രകടനം നടത്തി. സ്ഥാനാർത്ഥിയാകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ തവണ മത്സരിച്ച പ്രൊഫസർ തോമസ് മാത്യുവിനെ ഇവർ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇരുമുന്നണികൾക്കുമെതിരെ മത്സരിച്ച വ്യവസായി PV അൻവറിനെയാണ് CPM നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI മത്സരിച്ച ഏറനാട് മണ്ഡലത്തിൽ CPMന്റെ രഹസ്യ പിന്തുണ ലഭിച്ച PV അൻവർ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ഇത്തവണ അൻവറിനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കാനുള്ള CPM നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് മണ്ഡലത്തിലെ ഇടതുമുന്നണി പ്രവർത്തകർക്കിടയിൽ ഉയർന്നിരിക്കുന്നത്. CPM നീക്കത്തിൽ പ്രതിഷേധിച്ച് ഇന്നലെ ചുങ്കത്തറ, എടക്കര എന്നിവിടങ്ങളിൽ നടന്ന പ്രകടനങ്ങളിൽ 200ഓളം പേർ പങ്കെടുത്തു. CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ CPIക്കാരും പങ്കെടുത്തു. ഇടതുവിരുദ്ധനെ ഒഴിവാക്കി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്നവർ കഴിഞ്ഞ തവണ മത്സരിച്ച പ്രൊഫസർ തോമസ് മാത്യുവിനെ സമീപിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അൻവർ സ്ഥാനാർത്ഥിയാകുന്നതിനോട് CPM എടക്കര, നിലമ്പൂർ ഏരിയ കമ്മിറ്റികളിലെ ഭൂരിഭാഗം പേർക്കും എതിർപ്പുണ്ട്. മീഡിയ 1 മലപ്പുറം. ഈ വിഷയം സീറോ അവർ ചർച്ച ചെയ്യുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും CPI നേതാവുമായ അഷ്റഫ് അലി കാളിയത്തുണ്ട്. അഷ്റഫ് അലി കാളിയത്ത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ഏറനാട് മണ്ഡലത്തിൽ CPIയുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇടതുമുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിച്ചയാളാണ് PV അൻവർ. കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഇദ്ദേഹം ഏറനാടിൽ മത്സരിക്കുക വഴി ഇടതുമുന്നണി സംസ്ഥാനത്ത് 4ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹത്തെ തന്നെ ഇപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാനുള്ള CPMന്റെ ശ്രമങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? അവിടെ ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഏറനാട് നിയമസഭാ മണ്ഡലത്തിനകത്ത് അല്ലെങ്കിൽ നിലമ്പൂരൊക്കെ തന്നെ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അവരുടെ പാർട്ടി, അതായത് പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കാരണം ഞാൻ CPIയുടെ കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി മാത്രമാണ്. അവിടുത്തെ ഓരോ മണ്ഡലത്തിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അതത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ് തീരുമാനിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല. സ്വാഭാവികമായും ഇടതുമുന്നണിക്കെതിരെ പ്രവർത്തിച്ച ഇടതുമുന്നണിയുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമില്ലാത്ത ആളുകൾ സ്ഥാനാർത്ഥികളായി വരുന്നത് ഗുണം ചെയ്യുമോ മൊത്തത്തിൽ? ഞാൻ പറഞ്ഞല്ലോ, ഈ ഞാൻ ഒരു പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറി മാത്രമാണ്. കോട്ടക്കൽ മണ്ഡലത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ തവണ ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും എന്റെ പ്രവർത്തന മേഖല, ഞാൻ പ്രവർത്തിക്കുന്ന ഏരിയ കോട്ടക്കൽ മണ്ഡലമാണ്. സ്വാഭാവികമായി പത്രങ്ങളിൽ കണ്ട വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് അറിയാവുള്ളൂ. പിന്നെ ഈ വിഷയത്തിൽ സ്ഥാനാർത്ഥി ആരാവണം, അതൊരു അവരുടെ പാരമ്പര്യം എന്താവണം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പാർട്ടിയുടെ ലീഡർഷിപ്പാണ് തീരുമാനിക്കേണ്ടത്. അതിൽ കയറി പാർട്ടിയുടെ സാധാ പ്രവർത്തകർ മാത്രമായ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ് അഷ്റഫ് അലി, തിരിച്ചു വരാം. MR ജയചന്ദ്രനുണ്ട്, CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി. ശ്രീ ജയചന്ദ്രൻ, കഴിഞ്ഞ തവണ ഏറനാട് മത്സരിച്ച PV അൻവറിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമത്തിനെതിരെ മണ്ഡലത്തിൽ ഇടതുമുന്നണിയിൽ തന്നെ പ്രതിഷേധം ഉയരുന്നു. കഴിഞ്ഞ ദിവസം രണ്ടിടത്ത് പ്രകടനങ്ങൾ നടന്നു. ഈ പ്രതിഷേധമെല്ലാം തന്നെ കെട്ടടങ്ങും എന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് CPMന്റെ സംസ്ഥാന കമ്മിറ്റിയാണ്. സംസ്ഥാന കമ്മിറ്റി നിലമ്പൂർ എന്നുള്ളതല്ല, കേരളത്തില് CPM മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയോ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയോ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പാർട്ടി ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ നടക്കുന്ന ഇത്തരം ചർച്ചകൾക്കോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിനോ ഒരു പ്രസക്തിയുമില്ല. ശ്രീ MR ജയചന്ദ്രൻ, ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്ന് പറയാം. പക്ഷേ മണ്ഡലത്തിലെ ഇടതുമുന്നണി പ്രവർത്തകർ തന്നെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുന്നതിൽ ഒട്ടും പ്രസക്തിയില്ലേ? അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് CPIMമായി യാതൊരു ബന്ധവുമില്ല. ഇടതുപക്ഷത്തിനും അത്തരം പ്രതിഷേധങ്ങൾക്ക് നേരിയ തോതിൽ, അത് ചില കേന്ദ്രങ്ങളിലൊക്കെ ചില പ്രതിഷേധങ്ങൾ നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അത് CPMന് ബന്ധമല്ല, ഇടതുപക്ഷത്തിനും അത്തരം പ്രതിഷേധങ്ങൾക്ക് ബന്ധമല്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആരെയാണോ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്നത് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം. അതൊരു പുതിയ സംഭവമല്ല. ജയചന്ദ്രൻ, നിലമ്പൂർ പോലെ CPMന് ശക്തമായ രാഷ്ട്രീയ അടിത്തറയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു മണ്ഡലം, സഖാവ് കുഞ്ഞാലി
രണ്ട് തവണ ആദ്യ 2 തെരഞ്ഞെടുപ്പിൽ നിയമസഭാംഗമായ മണ്ഡലം, അത്തരം ഒരു മണ്ഡലത്തിൽ ഒരു മുൻ കോൺഗ്രസുകാരനോ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച പാരമ്പര്യമുള്ള ആളുകൾ തന്നെ സ്ഥാനാർത്ഥിയാകേണ്ടതുണ്ടായിരുന്നു. നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ CPIM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയാവുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല നിലവിലുള്ളത്. ഇവിടെ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റായിരുന്ന ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സഖാവ് TK ഹംസ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരരംഗത്ത് വരികയും ഒരു ഉപാധികളുമില്ലാതെ CPM ഇടതുപക്ഷം പിന്തുണ കൊടുക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റായ ശ്രീ സഖാവ് TK ഹംസയോട് ശ്രീ ആര്യാടൻ മുഹമ്മദ് പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്നുള്ളത് CPM-ന്റെ അടവുപരമായ സമീപനങ്ങളാണ്. ഇവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ അന്തിമമായ തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല, പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനു മുമ്പ് നടക്കുന്ന ഇത്തരത്തിലുള്ള വിശകലനങ്ങളോ പ്രതിഷേധങ്ങളോ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ അഭിപ്രായം. ജയചന്ദ്രൻ, തിരിച്ചു വരാം. SFIയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം C. അൻഷിത കൂടി ചേരുന്നു. അൻഷിത, PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഏതെങ്കിലും തരത്തിൽ ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യുമോ നിലമ്പൂരിൽ? ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നാണ് ഞാനുൾപ്പെടെയുള്ള നിലമ്പൂരിലെ പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ സഖാക്കളുടെയും അഭിപ്രായം. PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് ഏതെങ്കിലും ഒരു കമ്മിറ്റി അംഗത്തിന്റെയോ ഏതെങ്കിലും ഒരു സഖാവിന്റെയോ താല്പര്യത്തിന് അനുകൂലമായിട്ട് വന്നിട്ടുള്ള സ്ഥാനാർത്ഥിത്വമാണ്. അല്ലാതെ നിലമ്പൂരിലെ പാർട്ടി ഒറ്റക്കെട്ടായോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഒറ്റക്കെട്ടായോ എടുത്ത തീരുമാനമല്ല. എനിക്ക് മുമ്പ് സംസാരിച്ച സഖാവ് പറയുന്നത് കേൾക്കാനിടയായി ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടില്ല എന്നുള്ളത്. അതൊരു വസ്തുത തന്നെയാണ്. ഈ പറയുന്ന സംസ്ഥാനത്തുടനീളം വന്നിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഔദ്യോഗികമായിട്ട് വന്നിട്ടുള്ളതല്ല. നമുക്കറിയാം KPH ലളിതയെ പിൻവലിക്കേണ്ട അല്ലെങ്കിൽ അവർ പിന്മാറുന്നൊരു സമീപനം വരെ ഈയടുത്തുണ്ടായി. ഇതെല്ലാം ഔദ്യോഗികമായിട്ട് വന്നിട്ടുള്ള തീരുമാനമാണ്. ഇത് പാർട്ടി കൃത്യമായിട്ട് പഠിച്ചു തീരുമാനിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു നിലമ്പൂരിലേത്. ഇത്രയും ഇടതുപക്ഷ അനുകൂലമായിട്ടുള്ള സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടില്ല. ശ്രീ അൻഷിത, പാർട്ടിയുടെ ഒറ്റക്കെട്ടായ തീരുമാനമല്ലെങ്കിൽ, പാർട്ടിക്ക് ഗുണകരമാകുന്ന തീരുമാനമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ഇടതുമുന്നണിയുടെ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ കടന്നുകൂടിയത്? അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന് നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ഏത് തരത്തിലാണ് PV അൻവറിനെ പോലുള്ള ഒരാള്, PV അൻവറിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട് സത്യൻ മുഖേരി CPI-യുടെ അതായത് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകവും ഉള്ള സമയത്ത് വയനാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്നും ഇടതുപക്ഷം ലീഡ് നേടിയ സമയത്ത് ഈ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഒന്നുകൊണ്ട് മാത്രമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സത്യൻ മുഖേരിയെ പോലുള്ള സ്ഥാനാർത്ഥി പരാജയപ്പെടാനിടയായത്. അന്ന് ഈ PV അൻവറിനോട് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മുഴുവൻ സഖാക്കളും അഭ്യർത്ഥിച്ചിട്ട് പോലും അദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയില്ല. പിന്നെ പൊടുന്നനെ ഉണ്ടായ ഒരു ഇടതുപക്ഷ പ്രേമം അദ്ദേഹത്തിന് എവിടുന്നുണ്ടായി? അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ കാഴ്ചപ്പാടാണുള്ളത്? അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാർലമെന്ററി അധികാരമോ അല്ലെങ്കിൽ ഒരു സ്ഥാനമോ വേണമെന്നുള്ളതിൽ ഏത് മുന്നണിയിലും കൂടാന്നുള്ളതിൽ കുറെ പണവും കൊണ്ട് ഇറങ്ങിയതിന്റെ ഫലമായിട്ടാണോ അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായത്? അത് പാർട്ടി പരിശോധിക്കണം. റൈറ്റ്. തിരിച്ചു വരാം. ശ്രീ MR ജയചന്ദ്രൻ, ഇതാണ് പാർട്ടി പ്രവർത്തകരിൽ ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നത്. അൻവറിന്റെ ഒരു ചരിത്രം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ സാഹചര്യമുണ്ടായ വയനാട് കേവലം 25,000 വോട്ടിനാണ് ആ തെരഞ്ഞെടുപ്പിൽ UDF അവിടെ വിജയിച്ചത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമായിരുന്ന വോട്ടുകൾ അൻവർ ഭിന്നിപ്പിച്ചു, മത്സരിച്ചു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കി. 4ാം സ്ഥാനത്തേക്ക്, BJPക്കും പിന്നിൽ 4ാം സ്ഥാനത്തേക്ക് ഇടതുമുന്നണി പോകേണ്ടി വന്നത് ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ്. ഇങ്ങനെ ഇടതുമുന്നണിയുടെ സാധ്യതകളെ ദോഷകരമായി പലപ്പോഴും ബാധിച്ചിട്ടുള്ള നിലപാടെടുത്ത ഒരാളെ തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ കൊണ്ടുവരാൻ ഇടയാക്കിയ സാഹചര്യമാണ് ചോദ്യം ചെയ്യുന്നത്. ശ്രീ ജയചന്ദ്രൻ, ജയചന്ദ്രനുള്ള PV അൻവർ ഉണ്ട്. ശ്രീ PV അൻവർ, നിലമ്പൂരിൽ താങ്കൾ സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷ? ഇല്ലല്ലോ, ഞാൻ സ്ഥാനാർത്ഥി ആയിട്ടില്ലല്ലോ. ആകുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ലല്ലോ, അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ടതല്ലേ. സംസ്ഥാന കമ്മിറ്റി ഇടതുപക്ഷവും CPM ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. അത് നമ്മളെങ്ങനെ പറയാം?
തീർച്ചയായും CPM-ന്റെ സംസ്ഥാന നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ പ്രാദേശിക നേതൃത്വം, ജില്ലാ നേതൃത്വം ഒക്കെ താങ്കളുടെ ഒരു അനുമതി ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ടാകുമല്ലോ. ഇല്ല എന്റെ അടുത്ത് അങ്ങനെ ആരും അനുമതി തേടിയിട്ടില്ല. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഒരു കാര്യവും സംസാരിച്ചിട്ടുമില്ല. ഇല്ല, സ്ഥാനാർത്ഥിത്വം തമ്മിൽ ഇവിടെ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ എന്റെ അടുത്ത് അങ്ങനെ അനുമതി തേടുക അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ശ്രീ PV അൻവർ ഇടതുമുന്നണിയുടെ പിന്തുണയോടെ നിലമ്പൂരിൽ മത്സരിച്ചാൽ ഒരു വിജയ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ അവിടെ? സാധ്യതയില്ല. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും LDF പിന്തുണച്ച സ്ഥാനാർത്ഥിയെ വന്നാൽ ജയിക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. കഴിഞ്ഞ തവണ ഏറനാട് ഇടതുമുന്നണിയുടെ ഒരു പിന്തുണ ഇല്ലാതെ പോയതാണോ പരാജയപ്പെടാനുണ്ടായ കാര്യം? തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണല്ലോ. അവിടെ CPI 4ാം സ്ഥാനത്തേക്ക് പോകാനുണ്ടായ കാരണം ഇടതുമുന്നണി ഔദ്യോഗിക സ്ഥാനാർത്ഥി 4ാം സ്ഥാനത്തേക്ക് പോയത് താങ്കളുടെ സ്ഥാനാർത്ഥിത്വമാണെന്നാണ് താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്ന CPM പ്രവർത്തകരുടെ വാദം. ഓക്കെ, അല്ല, വാദങ്ങൾ ഇപ്പൊ എങ്ങനെയും കൊണ്ടുവരാം. നമ്മളന്ന് മത്സരിച്ചു, സ്വതന്ത്രമായി മത്സരിച്ചു, അത്രയും വോട്ട് നേടി. ഒന്നാം കൂടുതൽ വോട്ട് കിട്ടിയവർ ജയിച്ചു, രണ്ടാമത് ഞാനായി. അതാണല്ലോ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഇടതുമുന്നണിയുടെ ഒരു രാഷ്ട്രീയ നിലപാടിനോട്, പ്രത്യേകിച്ച് CPM-ന്റെ ഒരു രാഷ്ട്രീയ നിലപാടിനോട് ചേർന്ന് പോകുന്നതിൽ വിരോധമില്ല. ഇല്ല, ഈ ത്രിതല പഞ്ചായത്തിലെല്ലാം ഞാൻ ഇടവണ്ണ പഞ്ചായത്ത് LDF-ന്റെ കൺവീനർ ആയിരുന്നല്ലോ. അപ്പൊ പൂർണ്ണമായിട്ടും ഇടതുപക്ഷമായി സഹകരിച്ചിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. എന്തായാലും താങ്കളുടെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടാകുന്ന എതിർപ്പുകളെ ഒന്നും പരിഗണിക്കാതെ തന്നെ മുന്നോട്ട് പോകാം. അല്ല, എതിർപ്പുകൾ പരിഗണിക്കും. അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഞാൻ സ്ഥാനാർത്ഥിയായി എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രകടനം നടത്തുന്നത്. ആ പ്രശ്നങ്ങളെല്ലാം നേരിൽ പറഞ്ഞ് തീർക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാം ക്രിയേറ്റഡ് ആണ്, നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അതെന്നും ആര്യാടന്മാർ അവിടെ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. നിലമ്പൂരിൽ LDF-ന്റെ ഏത് ജയിക്കാൻ സാധ്യതയുള്ള ഏത് സ്ഥാനാർത്ഥി വന്നാലും അവർ അതിനേതായിട്ടുള്ള അവരുടെ നാടകങ്ങൾ ആരംഭിക്കും. അതിന്റെ ഭാഗമായിട്ട് ആ നാടകം ഇപ്പോഴും അവിടെ തുടരുന്നു, അത്രേ ഉള്ളൂ. താങ്കൾ വലിയ പ്രശ്നമായി കാണുന്നില്ല. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതോടുകൂടി എതിർപ്പുകളെല്ലാം കെട്ടടങ്ങും. തീർച്ചയായിട്ടും, എന്താ സംശയം. റൈറ്റ് അൻവർ, തിരിച്ചു വരാം. ശ്രീ MR ജയചന്ദ്രൻ, ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം എതിർപ്പുകൾ സ്വാഭാവികമായും അടങ്ങിക്കൊള്ളുമെന്നാണ് PV അൻവറിന്റെ പ്രതീക്ഷ. ശ്രീ ജയചന്ദ്രൻ, കേൾക്കാമോ? വളരെ നന്ദി ശ്രീ MR ജയചന്ദ്രൻ. ഒപ്പം അഷ്റഫ് അലി കാളിയത്ത്, PV അൻവർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. നിലമ്പൂരിൽ PV അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാനുള്ള ഇടതുമുന്നണിയുടെ നീക്കത്തിനെതിരെ ഇടതുമുന്നണി പ്രവർത്തകർ തന്നെ ജില്ലയിൽ മണ്ഡലത്തിൽ രണ്ടിടത്ത് പ്രകടനം നടത്തി. ഈ വിഷയമാണ് സീറോ അവർ ചർച്ച ചെയ്തത്.